പുരാതന കാലം മുതൽ ഭാരതീയർ കൺകണ്ട ദൈവമായ സൂര്യഭഗവാനെ ആരാധിച്ചിരുന്നു. ഇന്ത്യയിൽ തന്നെ അസംഖ്യം സൂര്യക്ഷേത്രങ്ങൾ കാണാം. ഒറീസയിലെ കൊണാർക്ക് ക്ഷേത്രം, ഗുജറാത്തിലെ മൊധേര സൂര്യക്ഷേത്രം, സൂര്യനാർ കോവിൽ തമിഴ്നാട് എന്നിവ പ്രശസ്തമായ സൂര്യക്ഷേത്രങ്ങളാണ്. ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ഇരവിമംഗലത്തിലെ പ്രശസ്തമായ ആദിത്യപുരം ക്ഷേത്രത്തിലാണ് ദർശനം. കേരളത്തിലെ ഒരേയൊരു സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം. നവഗ്രഹ പ്രതിഷ്ഠയില്ലാത്ത ഏക സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഊരാന്മ മരങ്ങാട്ട് മനയ്ക്കാണ്. മഹായോഗിയായ ഒരു ബ്രാഹ്മണൻ സൂര്യദേവനെ തപസ് ചെയ്ത് പ്രസാദിച്ച് കിട്ടിയ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു. പരമ്പരകളായി പൂജകൾ ചെയ്തു വരുന്നു. ഇതാണ് ഐതിഹ്യം. ചതുർബാഹുവായ സൂര്യഭഗവാൻ പത്മാസനസ്ഥനായ ധ്യാനത്തിൽ രൂപത്തിലിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശംഖും ചക്രവും ഇരുകൈകളിലും മറ്റു രണ്ട് കൈകൾ മടിയിൽ വെച്ച് ധ്യാനത്തിലിരിക്കുന്ന സൂര്യഭഗവാനെ നമ്മൾക്ക് കാണാം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ദർശനം പടിഞ്ഞോട്ടാണ്. വൃത്താകൃതിയിലാണ് ശ്രീകോവിലുള്ളത്. സൂര്യദേവൻ ദുർഗാദേവിയെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് ഉദയം മുതൽ 6.25 നാഴിക വരെ മറ്റു ദേവന്മാരുടെ ശക്തി കൂടി ലഭിക്കട്ടെ എന്ന് ദേവി അനുഗ്രഹിച്ചു. അതിനാലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ധ്യാന രൂപത്തിലുള്ളത്. ആദിത്യഹൃദയ മന്ത്രം ദിവസവും രാവിലെ ശുദ്ധമായി കിഴക്ക് നോക്കി ജപിക്കുന്നത് ശത്രുനാശത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഉത്തമം. അഗസ്ത്യമുനി ഭഗവാൻ ശ്രീരാമന് ഉപദേശിക്കുന്ന മന്ത്രം രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ വിവരിക്കുന്നു. കണ്ണിൻ്റെ ദേവതയാണ് സൂര്യനെ കണക്കാക്കുന്നത്. ഇവിടെ ദർശനം നടത്തുന്നവർക്ക് എല്ലാവിധ നേത്രരോഗങ്ങളും ത്വക്ക് രോഗങ്ങളും മാറ്റി സൂര്യദേവൻ ശാന്തിയും ഐശ്വര്യവും നൽകുന്നു. വൈക്കം കോട്ടയം റോഡിൽ കടുത്തുരുത്തിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയായി ക്ഷേത്രം നിലകൊള്ളുന്നു. വൈക്കം ക്ഷേത്രദർശനം കഴിഞ്ഞ ഭക്തർക്ക് കിഴക്കേനട വഴി എഴുവാന്തുരത്ത് നിന്ന് പ്രകൃതി ഭംഗി നിറഞ്ഞ മനോഹരമായ പാടശേഖരം വഴി ആദിത്യപുരത്തെത്താം. പുതിയ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ഭാഗങ്ങളിൽ കാണാം.